നമസ്കാരം. HSA മലയാളം ക്ലാസ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നോവൽ സാഹിത്യത്തിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. ക്ലാസ്സിലേക്ക് കടക്കാം. ആക്ഷേപഹാസ്യത്തിലൂടെ മാത്രം നോവൽ എഴുതിയ നോവലിസ്റ്റ് VKN. VKNൻ്റെ കൃതികളാണ് ആരോഹണം, പിതാമഹൻ, അസുരവാണി, ജനറൽ ചാത്തൻസ്, സിൻഡിക്കേറ്റ്, കാവി, അനന്തരം, നാണ്യാര്, മഞ്ചൽ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ VKNൻ്റെ നോവലാണ് ആരോഹണം. 1970 VKNന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തത് ആരോഹണം എന്ന കൃതിക്ക്. അദ്ദേഹത്തിൻ്റെ കൃതികൾ ഒരിക്കൽ കൂടി പറയാം. ആരോഹണം, പിതാമഹൻ, അസുരവാണി, ജനറൽ ചാത്തൻസ്, സിൻഡിക്കേറ്റ്, കാവി, അനന്തരം, നാണ്യാര്, മഞ്ചൽ. VKNൻ്റെ കൃതികൾ. അടുത്തത് വിലാസിനി എന്ന തൂലികാനാമത്തിൽ നോവൽ എഴുതിയത് MK നായർ. MK നായർ വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന നോവലിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളാണ് അവകാശികൾ, ഊഞ്ഞാൽ, നിറമുള്ള നിഴലുകൾ, ഇണങ്ങാത്ത കണ്ണികൾ, ചുണ്ടെലി, യാത്രാമുഖം. അവകാശികൾ, ഊഞ്ഞാൽ, നിറമുള്ള നിഴലുകൾ, ഇണങ്ങാത്ത കണ്ണികൾ, ചുണ്ടെലി, യാത്രാമുഖം. വിലാസിനി MK നായർ. അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവലാണ് അവകാശികൾ. അവകാശികൾ വിലാസിനി MK മേനോൻ്റെ കൃതികളാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവലാണ് അവകാശികൾ. അടുത്തത് പാറപ്പുറത്ത്. പാറപ്പുറത്ത് എന്ന തൂലികാനാമത്തിൽ കഥകൾ എഴുതിയത് KE മത്തായി. മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ജീവിതം ആവിഷ്കരിച്ച നോവലിസ്റ്റാണ് പാറപ്പുറത്ത്. KE മത്തായി. അദ്ദേഹത്തിൻ്റെ നോവലുകളാണ് നിണമണിഞ്ഞ കാൽപ്പാടുകൾ, ആകാശത്തിലെ പറവകൾ, ആദ്യ കിരണങ്ങൾ, മകനെ നിനക്കുവേണ്ടി, തേൻവരിക്ക, ചന്ത. ആത്മാംശം ഉൾക്കൊള്ളുന്ന പാറപ്പുറത്തിൻ്റെ പട്ടാള നോവലാണ് നിണമണിഞ്ഞ കാൽപ്പാടുകൾ. നിണമണിഞ്ഞ കാൽപ്പാടുകൾ, ആകാശത്തിലെ പറവകൾ, ആദ്യ കിരണങ്ങൾ, മകനെ നിനക്കുവേണ്ടി, തേൻവരിക്ക, ചന്ത. ഇതെല്ലാം പാറപ്പുറത്ത്. KE മത്തായി.